ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രോമസോമൽ ഡിസോർഡറുകളെ കുറിച്ചാണ്. ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ക്രോമസോമിനുണ്ടാകുന്ന പല പ്രോബ്ലംസ് കൊണ്ടും നമുക്ക് പലതരത്തിലുള്ള ഡിസോർഡറുകൾ അല്ലെങ്കിൽ ഡിസീസുകൾ ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ഡിസീസുകളെ നമ്മൾ മെയിനായിട്ടും രണ്ട് കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. അവയാണ് ഓട്ടോസോമൽ ഡിസോർഡറുകളും അല്ലോസോമൽ ഡിസോർഡറുകളും. ഓട്ടോസോമൽ ഡിസോർഡറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീര ക്രോമസോമുകൾക്ക് അല്ലെങ്കിൽ ഓട്ടോസോമുകൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് മൂലം നമുക്കുണ്ടാകുന്ന ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡറുകളാണ് ഓട്ടോസോമൽ ഡിസോർഡറുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഓട്ടോസോമൽ ഡിസോർഡറിൽ ഒരെണ്ണമാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. സിൻഡ്രോം എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നതിൻ്റെ കാരണം ഒരുപാട് രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ സിൻഡ്രോം എന്ന് പറയുന്നത്. നോർമൽ കേസിൽ നമ്മളിപ്പോൾ ഒരു പനി വരുന്നു അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഡിസീസ് എന്നാണ് പറയുന്നത്, അതായത് രോഗം എന്നാണ് പറയുന്നത്. അപ്പം ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും ഉള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് ഒരുപാട് ഡിസീസസിൻ്റെ ലക്ഷണങ്ങൾ ഒരുമിച്ച് ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ഓട്ടോസോമൽ ഡിസോർഡർ ആണ്. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊമാറ്റിക് ക്രോമസോമിലെ 21ാമത്തെ ക്രോമസോം നോർമലായിട്ടും 2 എണ്ണമാണ് കാണേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ഇത് 3 എണ്ണമാണ് കാണുന്നത്. അതായത് 2n+1 എന്ന് പറയുന്ന കണ്ടീഷനിലാണ് ഈ 21ാമത്തെ ക്രോമസോം കാണുന്നത്. നോർമൽ കേസിൽ നമുക്ക് എല്ലാ സൊമാറ്റിക് ക്രോമസോമുകളും 2 എണ്ണം വെച്ചിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ അതായത് ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകൾക്ക് 21ാമത്തെ ക്രോമസോം ട്രൈസോമി എന്ന് പറയുന്ന കണ്ടീഷൻ കാണിക്കുന്നു. ട്രൈസോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോമസോമിൻ്റെ എണ്ണം കൂടി വരുന്നതിനെയാണ് നമ്മൾ ട്രൈസോമി എന്ന് പറയുന്നത്. അതായത് നോർമലായിട്ടും 2n ആയിരുന്നു കാണേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ 2nൻ്റെ കൂടി ഒരു എണ്ണം കൂടി 2n+ എന്ന് പറയുന്ന കണ്ടീഷനിൽ 21ാമത്തെ ക്രോമസോം കാണുന്നതാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം ഡൗൺ സിൻഡ്രോം ഉള്ള ഒരാളിൻ്റെ ക്രോമസോമിൻ്റെ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 44 ഓട്ടോസോമുകൾ നോർമലായിട്ടുണ്ട്. അതോടൊപ്പം 21ാമത്തെ ക്രോമസോം ഒരെണ്ണം കൂടി കൂടിയിട്ട് മൊത്തം 45 ഓട്ടോസോമുകൾ കാണുന്നു. അതിനോടൊപ്പം ഇവർക്ക് ഫീമെയിൽ ആണെങ്കിൽ 2 X ക്രോമസോമും മെയിൽ ആണെങ്കിൽ ഒരു Xും ഒരു Yയുമാണ് കാണുന്നത്. ഇനി ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകളുടെ ക്രോമസോം അറേഞ്ച്മെൻറ്റ് ഇപ്പം നമ്മൾ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 45XX അല്ലെങ്കിൽ 45XY എന്നാണ് കാണിക്കുന്നത്. ഈ 45 വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോർമലായിട്ടുള്ള 44 ഓട്ടോസോമിനോടൊപ്പം ഒരു ക്രോമസോമും കൂടി, അതായത് 21ാമത്തെ ക്രോമസോം ഒന്നുകൂടി കൂടിയിട്ടാണ് 45 ഓട്ടോസോമുകൾ വന്നത്. അതോടൊപ്പം ഇവർ ഒന്നുകിൽ മെയിലായിരിക്കാം അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കാം. ഇനി ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകൾക്ക് കാണുന്ന ലക്ഷണങ്ങളാണ് ഇവർ പൊക്കക്കുറവുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ജന്മനാ തന്നെ ഇവർക്ക് ഹൃദ്രോഗമുള്ളവരായിരിക്കും. അതുപോലെ ഇവരുടെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ വട്ടമുഖമായിരിക്കും കാണാൻ സാധിക്കുന്നത്. മെൻ്റൽ റിട്ടാർഡേഷനുള്ള ആളുകളുമായിരിക്കും. അപ്പം ഡൗൺ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പൊക്കക്കുറവ്, ഹൃദ്രോഗം, വട്ടമുഖം, മെൻ്റൽ റിട്ടാർഡേഷൻ. രണ്ടാമത്തേതാണ് എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇതും ഒരു ട്രൈസോമി തന്നെയാണ്. എന്നാൽ ഇത് ട്രൈസോമി കാണിക്കുന്നത് 18ാമത്തെ ക്രോമസോമാണ് കാണിക്കുന്നത്. അപ്പം ഇത് രണ്ടും, അതായത് ഡൗൺ സിൻഡ്രോമും എഡ്വേർഡ് സിൻഡ്രോമും ട്രൈസോമി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രോമസോമിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗൺ സിൻഡ്രോമിൽ ഉള്ളതുപോലെ തന്നെയാണ്. 45XX അല്ലെങ്കിൽ 45XY എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ട്രൈസോമി കാണിക്കുന്നത് 18ാമത്തെ ക്രോമസോമാണ് കാണിക്കുന്നത്. ഇനി എഡ്വേർഡ് സിൻഡ്രോം ഉള്ള ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺ സിൻഡ്രോമിനെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് എഡ്വേർഡ് സിൻഡ്രോം ഉള്ള ആളുകൾ മരിച്ചു പോകുന്നുണ്ട്.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അല്ലോസോമൽ ഡിസോർഡേഴ്സ്. അല്ലോസോമൽ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊമാറ്റിക് ക്രോമസോമിനല്ല, മറിച്ച് നമ്മുടെ സെക്സ് ക്രോമസോമിന് വരുന്ന എന്തെങ്കിലും ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ഡിസോർഡറുകളാണ് അല്ലോസോമൽ ഡിസോർഡർ എന്നറിയപ്പെടുന്നത്. അതിലാദ്യത്തേതാണ് ക്ലെൻഫിൽറ്റേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് അല്ലോസോമൽ ഡിസോർഡറിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിസോർഡറുകൾ ഉള്ള ആളുകൾ ഒന്നുകിൽ ഫീമെയിൽ ആയിരിക്കാം അല്ലെങ്കിൽ മെയിൽ ആയിരിക്കാം. അതായത് രണ്ടു പേർക്കും ഈ ഡിസോർഡർ കാണുന്നില്ല. ഇപ്പോൾ ക്ലെൻഫിൽറ്റേഴ്സ് സിൻഡ്രോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മെയിലിനും ഫീമെയിലിനും കാണുന്നില്ല, ഏതെങ്കിലും ഒന്നിന് മാത്രമായിരിക്കും ഈ അല്ലോസോമൽ ഡിസോർഡറുകൾ കാണുന്നത്. അതിൻ്റെ കാരണം അല്ലോസോമൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ നമ്മുടെ എക്സ് ക്രോമസോമിനാണ് വരുന്നത് അല്ലെങ്കിൽ വൈ ക്രോമസോമിനാണ് വരുന്നത്. എന്നാൽ ഓട്ടോസോമൽ ഡിസോർഡർ എന്ന് പറയുന്നത് സൊമാറ്റിക് ക്രോമസോമുകൾക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് അത് മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ കണ്ടിരുന്നത്. ഇനി ക്ലെൻഫിൽറ്റേഴ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇവരുടെ ക്രോമസോം അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് 44XXY എന്നാണ് വരുന്നത്. അപ്പം ഇവിടെ എന്താണ് പ്രോബ്ലം വരുന്നത്? ഒരു എക്സ് ക്രോമസോം കൂടുതലായി വരുന്നുണ്ട്. നോർമൽ കേസിൽ ഒരു മെയിലിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 44 ഓട്ടോസോമുകളും ഒരു എക്സും ഒരു വൈയുമാണ് ക്രോമസോം കാണേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ഒരു എക്സ് ക്രോമസോം കൂടുതലായി വരുന്നുണ്ട്. ഈ ഒരു ഡിസീസ്, അതായത് ക്ലെൻഫിൽറ്റേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത് പുരുഷന്മാരിൽ മാത്രമാണ് കാണുന്നത്. അതായത് ഇവർ നോർമലായിട്ടൊരു മെയിലായി വരേണ്ടിയിരുന്ന ആളായിരുന്നു. ഇതിലെ 2 എക്സിലെ ഒരു എക്സ് ഇല്ലാതെ ഒരു എക്സും ഒരു വൈയും മാത്രം ചേർന്ന് ഒരു നോർമൽ മെയിലായി വരേണ്ടിയിരുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇവരുടെ എക്സ് ക്രോമസോമിന് ഉണ്ടായ ഒരു നോൺ ഡിസ്ജങ്ഷൻ കാരണമാണ് ഇവർക്ക് ഒരു എക്സ് ക്രോമസോം കൂടുതലായി വന്നത്. ഇനി നോൺ ഡിസ്ജങ്ഷൻ എപ്പോൾ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് നടക്കുന്ന സമയത്ത് അതിൻ്റെ അനാഫേസ് സ്റ്റേജിൽ ഒരു എക്സ് ക്രോമസോം സെപ്പറേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പോളിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ പോയില്ല. അങ്ങനെ പോവാതെ എക്സ് ക്രോമസോംസ് ഒരുമിച്ച് തന്നെ ഇരുന്നു. അതാണ് നോൺ ഡിസ്ജങ്ഷൻ ഓഫ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. ഇവിടെ എക്സ് ക്രോമസോമാണ് ഡിസ്ജങ്ഷൻ നടക്കാതെ അവർ ഒരുമിച്ച് തന്നെ ഇരുന്നിട്ട് ഒരു ഇൻഡിവിജ്വലിൽ കണ്ടത്. അതുകൊണ്ടാണ് ഇവർക്ക് 44XXY എന്ന് പറയുന്ന ക്രോമസോം അറേഞ്ച്മെൻറ്റ് ഉണ്ടായത്. ഇനി ഈ ഒരു ഡിസീസ്, അതായത് ക്ലെൻഫിൽറ്റേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത് മെയിൽസിന് മാത്രമാണ് കാണുന്നത്. പക്ഷേ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് സ്ത്രീകളുടേതുപോലെയുള്ള ഒരു ശരീരഘടന കാണുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു എക്സ് ക്രോമസോം ഇവർക്ക് കൂടുതലാണ്. ഒരു എക്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവർ സ്ത്രീകളുടേതുപോലെയുള്ള ശരീരഘടന കാണിക്കുന്നു. അതുപോലെ ഇവർ ഉയരം കൂടുതലുള്ളവരാണ്. ഇനി ക്ലെൻഫിൽറ്റേഴ്സ് സിൻഡ്രോം ഉള്ളവർക്ക് വന്ധ്യത ഉണ്ടായിരിക്കും, മെൻ്റൽ റിട്ടാർഡേഷനും ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഡിസീസാണ് ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത്. ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത് സ്ത്രീകളിൽ മാത്രമാണ് കാണുന്നത്. ഇനി ഈ ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു മോണോസോമിയാണ്. മോണോസോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോമസോമിൻ്റെ എണ്ണം കുറഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ മോണോസോമി എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ട്രൈസോമി എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോം കൂടുതലായി വരുന്നു. മോണോസോമി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കുറഞ്ഞു പോകുന്നു. ടർണർ സിൻഡ്രോമിൽ ഏത് ക്രോമസോമാണ് കുറഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ക്രോമസോമാണ് കുറഞ്ഞു പോകുന്നത്. ടർണർ സിൻഡ്രോം ഉള്ള ആളുകൾ നോർമലായിട്ട് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഫീമെയിലായി വരേണ്ടിയിരുന്നതായിരുന്നു. അവർ XX ക്രോമസോം അറേഞ്ച്മെൻറ്റോട് കൂടിയ ഒരു നോർമൽ ഫീമെയിലായി വരേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ ഇവർക്ക് ഒരു എക്സ് ക്രോമസോം കുറഞ്ഞു പോയി X0 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് ടർണർ സിൻഡ്രോം ഉള്ളവർ കാണുന്നത്. അപ്പം X0 അറേഞ്ച്മെൻറ്റ് കാണിക്കുന്ന നോർമൽ അല്ലാത്ത ഒരു ഫീമെയിൽ ഇൻഡിവിജ്വലാണ് ടർണർ സിൻഡ്രോം കാണിക്കുന്നത്. ടർണർ സിൻഡ്രോം ഉള്ള ആളുകൾക്കുള്ള ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെക്സ് ഓർഗൻസ് നല്ലതുപോലെ വികാസം പ്രാപിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് സെക്സ് ഓർഗൻസ് നല്ലതുപോലെ വികാസം പ്രാപിക്കാത്തത്? നോർമലായിട്ട് 2 എക്സ് ക്രോമസോം കാണേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇവർക്ക് ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ സെക്സ് ഓർഗൻസ് നോർമലായിട്ട് വികാസം പ്രാപിച്ചിട്ടില്ല. അതുപോലെ ഇവർക്ക് ആർത്തവ ചക്രം കാണുന്നില്ല. അതുപോലെ പൊക്കക്കുറവ് ഉള്ളവരായിരിക്കും. അതോടൊപ്പം തന്നെ ഇവർക്ക് ജന്മന ഉള്ള ഹൃദ്രോഗവും കാണുന്നുണ്ട്. ഇത്രയുമാണ് ടർണർ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.